ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ ഇപ്പോൾ ഹിന്ദുത്വ പേറ്റന്റ് സ്വയം ഏറ്റെടുത്ത് ബി.ജെ.പി സംഘപരിവാറിനെതിരെ സവർണ മേധാവികൾ കടുത്ത പ്രതിഷേധ കൊടുങ്കാറ്റ് രൂപപ്പെടുത്തുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും കോലം കത്തിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ പതാകകൾ പറിച്ചെറിഞ്ഞും ജനരോഷം കൊടുമ്പിരി കൊള്ളുകയാണ് അവിടെ. ബി.ജെ.പിക്ക് ഇനി വോട്ടില്ല എന്നാണ് അവർ മുഴക്കുന്ന മുദ്രാവാക്യം. ഈ പ്രക്ഷോഭത്തിന് കാരണം UGC ക്യാമ്പസുകളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഗൈഡ് ലൈൻസ് ആണ്. ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ഗൈഡ് ലൈൻസ്, വിവേചന വിരുദ്ധ മാർഗനിർദ്ദേശം. അതെന്താണ്? പുതുതായി ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അവിടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വിവേചനം ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം. ഈ ശ്രമത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ദുരുപയോഗത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനെ പേടിക്കുന്നത് ഏറ്റവും കൂടുതൽ സവർണരായ ഹിന്ദുക്കളാണ്. അവരാണിപ്പോൾ പ്രതിഷേധം കനപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തുല്യതയുടെ മറവിൽ വിവേചനം എന്ന പ്രയോഗമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾ പലതരം തെറ്റായ ആരോപണങ്ങൾക്ക് ഇരയാവുമെന്ന് പ്രതിഷേധക്കാർ അവകാശപ്പെട്ടു. വാരണാസി, സോൻഭദ്ര, റായ്ബറേലി, കാൺപൂർ, പ്രതാപ്ഗഡ് എന്നീ പ്രദേശങ്ങളിലും പ്രതിഷേധം നടന്നു. സവർണ സൈന്യം എന്ന പേരിലാണ് സോൻഭദ്രയിൽ പ്രതിഷേധം നടന്നത്. പ്രതാപ്ഗഡിൽ ഒരു വിഭാഗം അഭിഭാഷകരും ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജാതി വിവേചനം തടയാൻ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ ഭാഗമായാണ് UGC പുതിയ ചട്ടം കൊണ്ടുവന്നത്. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെൻമൂലയുടെ മാതാവ് രാധിക വെൻമൂല, മുംബൈയിലെ VYL നായർ ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാർത്ഥി പായൽ തദ്ദിയുടെ മാതാവ് ആബിദ സലീം തദ്ദി എന്നിവരാണ് ഹർജികൾ നൽകിയിരുന്നത്. ഇത് പരിഗണിച്ച സുപ്രീം കോടതി പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കാൻ 2025 ജനുവരി 3-ന് UGCക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ 2026 ജനുവരി 13-ന് UGC പുതിയ ചട്ടം നിലവിൽ കൊണ്ടുവന്നു. ഒരു സമയത്ത് മോദി സവർണ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരെയും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെയൊക്കെയും അടിച്ചമർത്തി തങ്ങളുടെ സവർണ മേധാവിത്വം സ്ഥാപിക്കാൻ എന്നും മുന്നിലായിരുന്നു എന്നോർക്കണം. ആ സവർണരായ ആളുകൾ തന്നെ ഇപ്പോൾ BJPക്കെതിരെ പള്ളിവാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന കലുഷിതമായ കാഴ്ചയാണ് UPയിൽ തുടക്കം കുറിച്ചത്. അത് BJPയെ ആകമാനം അങ്കലാപ്പിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ വാളെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ BJPക്ക്. ഉത്തർപ്രദേശിലെ സവർണ കുലജാതർ BJPയിൽ നിന്നും കൂട്ടരാജിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർണനെ അവഗണിച്ചുകൊണ്ട് അവൻ്റെ അവകാശങ്ങളെ നിഷ്ഠൂരം ചവിട്ടി മെതിച്ചുകൊണ്ട് നിലനിന്ന ഒരു സർക്കാരിന് കാലം കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ പൊന്തി വരുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ ചില രീതികൾ തന്നെ അവർക്ക് ബൂമറാങ്ങായി മാറുന്ന കാഴ്ചയാണ്. ഉത്തരാഖണ്ഡിൽ ജോഷിമഠിലെ സ്വാമി അവിമുക്തേശ്വരാനന്ദിന് എതിരെ യോഗി നടപ്പിലാക്കിയ പ്രതികാര നടപടികളാണ് അദ്ദേഹത്തെ സ്നാനം ചെയ്യാൻ അനുവദിച്ചില്ല. പോലീസിനെ കൊണ്ട് അദ്ദേഹത്തെയും അനുയായികളെയും തല്ലിച്ചതയ്ക്കുന്ന ഒരു സ്ഥിതി വരുന്നു. എന്താ കാരണം? അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് സ്വാമിമാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അടിച്ചമർത്തൽ. എന്നാൽ ഇപ്പോഴിതാ അവിമുക്തേശ്വരാനന്ദ സ്വാമികൾ യോഗി ആദിത്യനാഥ് ഹിന്ദു അല്ല എന്ന ഒരു പ്രസ്താവനയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. അതിൻ്റെ യഥാർത്ഥ ഉള്ളുകളികൾ സ്വാമി തന്നെ വ്യക്തമാക്കട്ടെ. RSS ആണ് ഇന്ത്യയുടെ പേറ്റന്റ് എടുത്ത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് സ്വാമിമാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. UPയിലെ ധാർമ്മിക ആത്മീയ ഗുരു ഇപ്പോഴും ശങ്കരാചാര്യത്തിൽ തന്നെയാണ്. എന്നിരിക്കെ ആ കണ്ണിയിൽപ്പെട്ട ജ്യോതിഷ് പീഠത്തിലെ 46ാമത് ശങ്കരാചാര്യനായ സ്വാമി അവിമുക്തേശ്വരാനന്ദ് പലപ്പോഴും ആത്മീയതയിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ, യോഗിയുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി പലപ്പോഴും സമീപിച്ചിരുന്നു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ നടത്തിപ്പിനെ കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്തു. കുംഭമേളയിൽ ജനത്തിന് ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന്, ജനക്കൂട്ട നിയന്ത്രണ നടപടികൾ പാലിച്ചില്ലെന്നും ആരോപിച്ചിരുന്നു. ഇതൊക്കെ യോഗിയെ ചൊടിപ്പിച്ചതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് പ്രതികാര നടപടികൾ കടുപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഇങ്ങനെ സവർണർക്കെതിരെയും സ്വാമിമാർക്കെതിരെയും പോലും BJP RSS എടുക്കുന്ന നടപടിയിൽ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ UGCയുടെ നിയമം മാറ്റിമറിച്ച് മുന്നോട്ട് വന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം ദളിതർക്കെതിരെ വിവേചനം ഒഴിവാക്കാനുള്ള രീതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എങ്കിലും
ദളിത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എതിരായി എന്തെങ്കിലും അധിക്ഷേപമോ വിവേചനമോ നടന്നാൽ അത് ക്രിമിനൽ കുറ്റമായി മാറും എന്നതാണ്. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ OBC സമുദായത്തെ കൂടി പുതുതായി വന്ന പരിഷ്കരണത്തിന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ സവർണരായ ആളുകളെ പ്രകോപിതരാക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് UP-യിൽ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ ആഭ്യന്തര കലാപം മോദിക്കെതിരെ ഉയരുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ കോലാഹലം കൂടി ഉയർന്നു വരുന്നത്. UGC നിയമങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രക്ഷോഭം ഉയരുന്നതും BJP-യിൽ നിന്നും നേതാക്കൾ കൂട്ടരാജിവെക്കുന്നതും. ഇത് ഒരു നിസ്സാര നീക്കമല്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ മോദി ഇപ്പോൾ UGC കൊണ്ടുവന്ന് തങ്ങളുടെ സവർണത തകർക്കുകയാണ് എന്നാണ് സവർണ സംഘടനകൾ ഒന്നടങ്കം പറയുന്നത്. ഈ നിയമം പിൻവലിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോക്കുക, ഹിന്ദുവാദമുയർത്തി അധികാരത്തിൽ കയറിയ മോദി സർക്കാരിനെതിരെയാണ് ഇപ്പോൾ സവർണ സംഘടനകൾ നീങ്ങിയിരിക്കുന്നത് എന്ന്. അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ. ഇത് രാജ്യം നേരിടുന്ന വെല്ലുവിളിയായി രാജ്യത്ത് തലവെക്കുകയാണ്. അതായത് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലും ഉയരാൻ കഴിയാത്ത രീതിയിൽ അവരെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ജീവിത സാഹചര്യങ്ങളിലും വളരാൻ BJP വളർത്തിയ സവർണാധിപത്യ സംവിധാനം അനുവദിക്കുന്നില്ല എന്ന അവസ്ഥയിൽ രാജ്യം എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. ഉയർന്ന ജാതിയുടെ കുലമഹിമ കാത്തുസൂക്ഷിച്ച് പിന്നാക്ക വിഭാഗങ്ങളെ അടിച്ചമർത്തി അവരെ ചൂഷണം ചെയ്ത് ജീവിച്ച ഉടമ അടിമ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപകടകരമായ ഒരു നീക്കമാണ് സവർണ സംഘടനകൾ സംജാതമാക്കുന്നത്. പഴയ രാജാവ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്നൊക്കെയുള്ള അവസ്ഥ തിരിച്ചു വരുമോ രാജ്യത്ത്? എന്തായാലും BJP വെട്ടിയ വടി തന്നെയാണ് ഇപ്പോൾ അവർക്ക് തന്നെ വിനയാവുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. അവർ പുറമേ നിന്ന് കളത്തിലെ കളികൾ കാണുകയാണ്. അതെവിടെ വരെ പോകുമെന്ന് നോക്കിയിരിക്കുകയാണ്. മോദി അധികാരത്തിന് വേണ്ടി ഏത് നെറികെട്ട രീതിയും അവലംബിക്കുമെന്നതുകൊണ്ട് തന്നെ ഈ നിയമം പിൻവലിക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. സർക്കാർ ഒരു അനുനയത്തിലെത്തി ഈ നിയമം നീക്കം ചെയ്താൽ അത് അപകടകരമായ ഒരു കീഴ്വഴക്കമാകും എന്നതും പറയേണ്ടതില്ല. ഏതായാലും ഹിന്ദുവിനെ ഉണർത്താൻ കച്ചകെട്ടി ഇറങ്ങിയ BJP-ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്നതിൽ സംശയമില്ല. BJP-ക്ക് സ്വാധീനമുള്ള അവരുടെ കോട്ടയായ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഏറ്റവും ശക്തമായ നേതാക്കൾ എന്ന് സ്വയം നടിക്കുന്ന മോദി അമിത്ഷായ്ക്കെതിരെ ശക്തമായ ഉത്തർപ്രദേശിലെ ഈ നീക്കം ഭരണകൂടത്തിനെ ആകെ ഉലച്ചിട്ടുമുണ്ട്. ഈ നിയമം നീക്കം ചെയ്യാൻ തുനിഞ്ഞാൽ പ്രതിപക്ഷം അടങ്ങിയിരിക്കില്ല. എന്നാൽ ഇത് നിലനിർത്തിയാൽ മോദി സർക്കാരിന് നേരിടേണ്ടി വരിക വൻ തിരിച്ചടിയാകും. ചുരുക്കത്തിൽ BJP തൃശങ്കുവിലായി എന്ന് സാരം. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.